ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ധർമ്മൻ്റെ കല്യാണം ഏകദേശം മുടങ്ങും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് വന്ന് നിൽക്കുന്ന ആ പെൺകൊച്ച് പറയുന്നുണ്ട്, ഇത് ധർമ്മൻ്റെ കുട്ടിയാണ്, ഇവനെ വേറൊരു വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഇനിയൊരു വിവാഹം ചെയ്യാനോ ഇനിയൊരു പെൺകൊച്ചിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാനോ ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാട്ടോ. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്, നന്ദൻ. അതിൻ്റെ കൂടെ ഉദയഭാനു ചാടിക്കയറി വന്ന് പറയുന്നുണ്ട്, ചുമ്മാ എന്തെങ്കിലും ഒരു തെളിവും കഴുത്തിലൊരു മാലയും വാങ്ങിച്ചിട്ട് അതിലൊരു താലിയും കൊടുത്തിട്ട് വലിയ തെളിവൊന്നും ആവത്തില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും തെളിവ് ഇങ്ങോട്ട് കാണിക്കുന്നത്. അപ്പോൾ നന്ദൻ പുറകെ നിന്ന് ചിരിക്കുക കേട്ടോ. അങ്ങനെ വേണം. ഉദയഭാനു സാർ ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ പറ, സ്ട്രോങ് ആയിട്ട് എന്താ തെളിവുള്ളതെന്ന് പറ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവർ പറയുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് വഴി കൂടെ പോണവന്മാർക്കൊന്നും കാണിക്കാനുള്ളതല്ല. അപ്പോൾ ഉടനെ ഉദയഭാനു പറയാം, വഴിയിൽ കൂടെ പോകണോ, ഞാൻ ആരാണെന്നാ കൊച്ചേ നിൻ്റെ വിചാരം? ഓ, നിങ്ങൾ ആരായാലും എനിക്കെന്താ, എനിക്ക് കാണിക്കണമെന്ന് താല്പര്യമുള്ളവരടുത്ത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ആർക്കാ ഉത്തരവാദിത്തപ്പെട്ട ആൾ, അവർക്ക് ഞാനിത് കാണിച്ചു കൊടുത്തോളാം എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ ധർമ്മൻ അങ്ങനെയുള്ള ഒരാളല്ല, ആരെയും ചതിക്കേയില്ല, ഇങ്ങനൊരു കാര്യം നടന്നിട്ടുമില്ല, നിങ്ങൾ ദൈവം ഇത് വിശ്വസിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പെണ്ണിൻ്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുട്ടോ. അവസാനം അവർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ തെളിയിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്, പറഞ്ഞോ, സ്ട്രോങ് ആയിട്ടൊരു തെളിവ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്താ നിൻ്റെ കയ്യിലുള്ളത്? ഇത് വെറുതെ ഒരു താലി എടുത്ത് കാണിച്ചാൽ അതങ്ങനെ ആവണമെന്നില്ലല്ലോ. ശരി, എന്നാൽ പിന്നെ കാണിക്കാം എന്നും പറഞ്ഞ് ബാഗിനകത്ത് നിന്നൊരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് കാണിക്കാൻ കേട്ടോ. ആ ഫോട്ടോയിലെന്ന് വെച്ചാൽ ധർമ്മൻ ഇങ്ങനെ നിൽക്കുന്നു, ധർമ്മൻ്റെ അടുത്ത് ഇവർ കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്നു, അതാണ് ഫോട്ടോ. ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അയ്യോ, ഇത്രയൊക്കെ കാര്യങ്ങളിവിടെ നടന്നിട്ട് ഇനി ഞങ്ങൾ ചതിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾക്ക് ഈ വിവാഹം വേണ്ട എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഉടനെ കൃഷ്ണൻ പറഞ്ഞാണ് അവിടെ നിന്നുണ്ട്, ഉദയഭാനു സാറിന് എന്തോ പറയാനുണ്ടല്ലോ. അപ്പോൾ ഉദയഭാനു തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്ട്, എനിക്കൊന്നും പറയാനില്ല, ചോദിക്ക്. ഉദയഭാനുവിന് ഒന്നും പറയാൻ പറ്റണില്ല. അപ്പോൾ നന്ദൻ തന്നെ പറഞ്ഞത്, എന്തോ ഒരു DNA ടെസ്റ്റിൻ്റെ കാര്യം കുറച്ച് മുന്നേ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എന്ന് ഉദയഭാനുവിനോട് ചോദിക്കുക. DNA ടെസ്റ്റോ? എനിക്കറിയില്ല ഒന്നും. ഉദയഭാനുവിനെ കൊണ്ട് നന്ദൻ പറയിപ്പിക്കുകയാണ് കേട്ടോ. അവസാനം ഉദയഭാനു ചോദിക്കുന്നുണ്ട് DNA ടെസ്റ്റിൻ്റെ കാര്യം. അത് ശരിയാണല്ലോ, ഒരു DNA ടെസ്റ്റിൽ കൂടി ഈ കുഞ്ഞ് ആരെയാണെന്ന് തെളിയിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ, പക്ഷേ വിവാഹത്തിന് അതിന് വേണ്ടിയിട്ടുള്ള സമയമില്ലല്ലോ. അപ്പോൾ തന്നെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങളെ ചതിച്ചു, അതുകൊണ്ട് ഈ വിവാഹമേ വേണ്ട. അതുവരെ അച്യുതനും അനന്തനും മിണ്ടാതെ നിന്നെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ആര്യനാണെങ്കിൽ ഞങ്ങൾ ദേഷ്യം വന്നു വയ്യ. അപ്പോൾ ആര്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്നിട്ട് പറയണം, നിങ്ങളിവിടെ കിടന്ന് ഷോയൊന്നും കാണിക്കരുത്, മര്യാദയ്ക്ക് പൊക്കോ, എൻ്റെ ധർമ്മൻ മാമൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നീ ആരടാ, നീ പോടാ അങ്ങോട്ട്, എന്നെ ധിക്കരിച്ച് ഈ വിവാഹം നടത്താൻ നോക്കിയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ ആര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ജീവിച്ചിരുന്നല്ലേ സമ്മതിക്കാതുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞു അവിടെ ഇരുന്നൊരു വലിയ ഒരു ഫ്ലവർ വേസ് എടുത്ത് അവരെ തലക്കടിക്കാൻ പോകണം കേട്ടോ. അപ്പോഴത്തേക്കും ഗോമതിയും ബാക്കി എല്ലാവരും നമ്മുടെ ബാലനും ഒക്കെ പോയി തടസ്സപ്പെടുത്തുമോ, അതേതേമേ ഒന്നിനും ചെയ്തേക്കില്ലേ, നീ മിണ്ടാതിരിക്കുമെന്നും പറഞ്ഞ് തടയുക കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തിനാ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സംസാരിക്കണേ എന്നാൽ അത് ആര്യം ചോദിക്കുമ്പോൾ പറഞ്ഞ്, എടാ, ഇത് ഈ വന്ന് നിൽക്കുന്ന സൗദാമിനി വേറെ ആരുമല്ല, നമ്മുടെ രാമേട്ടൻ്റെ മകളാ. അത് കേൾക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ടു പോകും, രാമേട്ടൻ്റെ മകളോ, അത് ശരി. അപ്പോൾ ഉടനെ അച്ഛൻ പറയാം, അത് ശരി, അപ്പോൾ രാമേട്ടൻ്റെ മകളാണല്ലേ ഇത്, അപ്പോൾ നിനക്കെല്ലാം അറിയാമല്ലേ, ബാലൻ എല്ലാ കാര്യങ്ങളും അറിയാം, ബാലൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് മനഃപൂർവ്വം ഈ വിവാഹം നടത്താൻ വേണ്ടി നിർത്തുന്നത്. അത് ശരി, ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് ബാലനെ ഇവരങ്ങോട്ട് കുറ്റം പറയാട്ടോ. ഇതും കൂടെ കേട്ടെല്ലാം കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പെണ്ണിനെ വിളിച്ചും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആര്യനും ബാക്കി ആകാശവും എല്ലാവരും കൂടെ കാല് പിടിക്കും പോലെ വന്ന് അപേക്ഷിക്കുക കേട്ടോ. അതെ, നിങ്ങളോട് ക്ഷമിക്കണം, എൻ്റെ മാമൻ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യില്ല, നിങ്ങൾ ഇവരെയും കൊണ്ട് പോവരുത്, ഈ വിവാഹം നടക്കണം. അപ്പോൾ ഇന്ദിരാമ്മ ചെന്ന് കാല് പിടിക്കുമ്പോൾ അപേക്ഷിക്കാട്ടോ, ഞാൻ അവൻ്റെ പെറ്റമ്മയാണ്, എൻ്റെ മകനെ എനിക്ക് വിശ്വാസമുണ്ട്, ഒരിക്കലും അവനിങ്ങനെ ആരെയും ചതിക്കുന്ന ഒരുത്തനല്ല, അവൻ പാവമാണ്, അവനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ അയാൾ പറഞ്ഞിട്ട്, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വലുതായിരിക്കും, അതുപോലെ തന്നെയാണ് എൻ്റെ മകൾ എനിക്കും വലുത് തന്നെയാണ്, അവളുടെ ഭാവി ഇവിടെ കളയാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഞാൻ വേറെ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ
ആ പെണ്ണിനെ വിളിച്ചും കൊണ്ട് അച്ഛനും അമ്മയും കൂടെ പോവുക. അവസാനം ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദിരാമ്മ ആകെ തളർന്ന ആ കസേരയിൽ ഇരിപ്പായി കേട്ടോ. അങ്ങനെ ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഫോട്ടോയും ഒക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കൃഷ്ണനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക. സംഭവം ഇതിനേക്കാളും വിശേഷം വരാനുണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ആ സമയത്ത് പെട്ടെന്ന് അച്യുതനും അനന്തനും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ്, അമ്മേ, അമ്മ ഒരു കാരണവശാലും വിഷമിക്കണ്ട. ധർമ്മൻ എന്ന് പറഞ്ഞ ആരാ? ഞങ്ങളുടെ കൂടെപ്പിറപ്പല്ലേ ധർമ്മൻ. ധർമ്മൻ്റെ വിവാഹം ഞങ്ങൾ നടത്തും. അതെങ്ങനെയാടാ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ പറയണ എന്താണ്? ബാലൻ സഹകരിക്കാൻ പാടില്ല, പിന്നെ ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് വരണം, എന്നാൽ മാത്രമേ നിങ്ങൾ നടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇത്രയും ദിവസം. പിന്നെ ഈ നിമിഷം നിങ്ങൾ എങ്ങനെ നടത്താനാ? അമ്മേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ കൂടെപ്പിറപ്പാണ്. കൂടെപ്പിറപ്പിനെ ചതിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഈ ഒരു നിമിഷം അവന് വേണ്ടിയല്ലേ അമ്മേ നമ്മൾ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്. ആരൊക്കെ അവൻ്റെ വിവാഹം തടസ്സപ്പെടുത്തിയാലും ഞങ്ങൾ നടത്തും അമ്മേ. എന്നാൽ നടത്തി കാണിക്കടാന്ന് പറയാം കേട്ടോ. കൃഷ്ണൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും പെണ്ണിനെ വിളിച്ചിട്ട് പോയല്ലോ. ഇനിയിപ്പോൾ പെണ്ണെവിടെ? ഇനി അവരെ തിരിച്ചു വിളിക്കാൻ പറ്റുമോ? അവരിതിന് സമ്മതിക്കുമോ? എന്നിട്ട് അപ്പോൾ വന്ന് നിൽക്കുന്ന പെണ്ണ് പറയാണ്, അത് ശരി, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ധർമ്മൻ്റെ വിവാഹം നടത്താൻ എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് വലിയ ഗമയിൽ കാണിച്ച് തരാടി നിന്നെ. നീ എന്ത് കള്ളത്തരം പറഞ്ഞാലും ഇതിന് ബദലായിട്ട് ഞങ്ങൾ ആ ധർമ്മൻ്റെ കല്യാണം നടത്തി കാണിച്ചു തരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. കാണിക്കുന്ന ആ പെണ്ണും പിള്ളേ വന്നതെന്ന് പറയാട്ടോ. ബാലനാണെങ്കിൽ നാണം കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇത്രയും നേരം മിണ്ടാതെ നിന്ന് അച്യുതനും ആനന്ദനും ഇപ്പം അങ്ങനെ പറയണമെങ്കിൽ എന്താവും കാര്യം? നന്ദൻ ഇതെല്ലാം കണ്ട് ചിരിക്കണം. അപ്പോൾ പറയാം, പെണ്ണിനെ കുറിച്ചൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പെണ്ണ് ഇവിടെ റെഡിയാണ്. റെഡിയോ? എവിടെ നിന്ന് കിട്ടി പെണ്ണ്? ദേ അങ്ങോട്ട് നോക്ക്, ദേ വരുന്നുണ്ട് പെണ്ണെന്ന്. അങ്ങനെ ധർമ്മൻ്റെ യഥാർത്ഥത്തിലുള്ള പെണ്ണ് വരുന്നുണ്ട്. ശരിക്കും ഒരു കഥകളി വേഷത്തിലുള്ള ഒരു മോഹിനിയാട്ടവും അങ്ങനെയൊക്കെ ഉള്ള ഒരു അകമ്പടിയോടുകൂടിയൊക്കെയാണ് പെണ്ണിനെയും കൊണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും അന്തം വിടങ്ങ് നിൽക്കുകയാണ്. ഒരു പെണ്ണ് പോയപ്പോൾ അടുത്ത പെണ്ണ്. അപ്പം തന്നെ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇതെല്ലാം പ്ലാനിങ് ആണെന്ന്. ഈ മണ്ടൻ തിരുമണ്ടന്മാരായ അച്യുതനും അനന്തനും കൂടെ ഗമയിൽ അങ്ങ് പറയാം, കണ്ടോ ധർമ്മനെ ഒരു പെണ്ണ് പോയപ്പോൾ കണ്ടില്ല, അടുത്ത ആൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, അവളെ ഇവൻ വിവാഹം കഴിക്കും. ഇതാണ് ധർമ്മൻ്റെ യഥാർത്ഥ പെണ്ണ്. ധർമ്മൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കാട്ടോ. അപ്പം ഇന്ദിരാമ്മയും എല്ലാവരും ഗോമതിയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലനെ കൊണ്ട് ഈ കല്യാണം നടത്തിക്കാതെ അവർ തന്നെ അവരായിട്ട് ആ കല്യാണം നടത്തിക്കണം. അതിനു വേണ്ടി ചെയ്ത ഒരു നാടകമാണ് ഇത്. അപ്പം ഇത് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണില്ല. പക്ഷേ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ആരൊക്കെ ധർമ്മന് കൊച്ചുണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ ഇനി ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവരങ്ങ് മുന്നിൽ നിൽക്കുക കേട്ടോ. പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ നന്ദൻ മാറി നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്